ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. PN ദാസ് ഓർമ്മദിനം ദാസവിചിന്തനം എന്ന പേരിൽ വിവിധ പരിപാടികളോടെ നടന്നു. ബുദ്ധഗീതകം എന്ന ചിത്ര പ്രദർശനം, സിത്താർ വാദനം, ധ്യാന പരിശീലനങ്ങൾ, ആഹാര സംഗമം തുടങ്ങിയവയോടെയായിരുന്നു ദിനാചരണം നടത്തിയത്. കോഴിക്കോട് മൊകവൂരിലെ PN ദാസ് റിട്രീറ്റ് സെന്ററിലാണ് PN ദാസ് ഓർമ്മ ദിനത്തിന്റെ ഭാഗമായി ദാസവിചിന്തനം എന്ന പേരിൽ വിവിധ പരിപാടികൾ നടന്നത്. പരിപാടിയുടെ ഭാഗമായ ബുദ്ധഗീതകം എന്ന ചിത്ര പ്രദർശനം നന്ദകുമാർ മൂടാടി ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു പ്രദർശനം ബുദ്ധൻ എന്നുള്ളത് ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര നിലയിൽ പല രാജ്യങ്ങളിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം. സാധാരണ നമ്മൾ പറയാറുണ്ട്, കുരിശ് കണ്ടാൽ ഫോട്ടോഗ്രാഫിയിലായാലും ശരി, അതൊരു വരയ്ക്കുന്നൊരു പ്രതലത്തിലായാലും ശരി, ഒരു കുരിശ് കണ്ടാൽ ലോകത്തിലുള്ള മിക്ക ആൾക്കാർക്കും അത് കുരിശാണെന്നും അത് ക്രിസ്ത്യാനിറ്റിയുടെ അടയാളമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്ര ഇല്ലെങ്കിൽ പോലും ഈ ബുദ്ധനെ കണ്ടിട്ടുണ്ടെങ്കിലും വലിയൊരു തരത്തിലുള്ള കുറെ രാഷ്ട്രങ്ങളിൽ നമുക്ക് ബുദ്ധനാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായതെല്ലാം ഒരു അന്താരാഷ്ട്ര അടയാളങ്ങളാണ് ഇതൊക്കെ. സംഗീത് ബാലചന്ദ്രനാണ് ചിത്രങ്ങൾ ഒരുക്കിയത്. ശാന്തിനികേതൻ ഡയറക്ടർ ഷാജുബായി ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. PR നാഥൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഓരോരുത്തരിൽ നിന്നും ഓരോ കാര്യം നമുക്ക് പഠിക്കാൻ. ബുദ്ധൻ ഓരോ പെട്ടെന്ന് ഓർക്കുന്നത് മൗനം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നല്ല അർത്ഥം. നമ്മൾ മിണ്ടാതിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. ആലോചിച്ചു കൂട്ടി മാനസിക രോഗിയാവുന്നതൊക്കെ മിണ്ടാതിരിക്കുമ്പോഴാണ്. കാരണം മിണ്ടാതിരിക്കുമ്പോൾ മനസ്സ് മിണ്ടുന്നുണ്ട്. മനസ്സും ശരീരവും ബുദ്ധിയും മിണ്ടാതെ ആകുമ്പോഴാണ് മൗനം വരുന്നത്. നർഗീസ് ടീച്ചർ, ലത്തീഫ് പറമ്പിൽ, പ്രദീപ് കുമാർ, KP പത്മനാഭൻ, മിഥുൻ B തുടങ്ങിയവരും സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി സിത്താർ വാദനം, സൈലൻസ് ആൻഡ് വെൽനസ് ക്ലാസുകൾ എന്നിവയും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജൻ അഭിയാൻ സേവാ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരവ് സംഗമം നടത്തി. പരീക്ഷകളിൽ മികച്ച